ഞാൻ പറയില്ല. ഹായ് ഗൈസ്, ഇന്നതൊരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് അയനീച്ചിൻ്റെ എന്നുവെച്ച സമ്പാദിച്ച് വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത്രയും വർഷത്തിനിടയിൽ അയനീച്ചി ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചേക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും വർഷം കാത്തു സൂക്ഷിച്ച് കുറേ കാര്യങ്ങൾ, ഒരു സമ്പാദ്യം കാണിക്കാൻ പോവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. ഇല്ല, എനിക്ക് നെയിൽ പോളിഷ് ഭയങ്കര ക്രേസ്. എനിക്ക് നെയിൽ പോളിഷ് ഇടാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ നെയിൽ പോളിഷ് മാറ്റുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് നെയിൽ പോളിഷ് ഇങ്ങനെ കളക്ഷൻ ഉണ്ടാക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് വലിയതായിട്ടൊന്നും ഇല്ല, ചെറിയൊരു ഇതില് ഞാൻ കളക്ട് ചെയ്ത എന്റെ നെയിൽ പോളിഷ് ആണ്. കുറെ ഞാൻ ഇന്ന് ബ്രാൻഡ് ഒന്നുമില്ല കേട്ടോ, എല്ലാ ബ്രാൻഡും ഉണ്ട്. എല്ലാ ലോക്കൽ ബ്രാൻഡ് തൊട്ട് ഹൈ റേഞ്ച്, ഹൈ ലെവൽ ഇല്ല, ഒരു മീഡിയം ലെവൽ വരെയുള്ള ബ്രാൻഡ് എൻ്റെ അടുത്തുണ്ട്. ഇപ്പം റീസെന്റ് വാങ്ങിയതാണ് ഈ ഇതൊക്കെ. പിന്നെ ഓരോ നെയിൽ പോളിഷും ഓരോ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു 8-9 വർഷം പഴക്കമുണ്ടാവും. 9 വർഷം മുന്നേ എൻ്റെ മാമൻ ദുബായി പോയി വന്നപ്പോൾ മാമ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തന്നത്. അതേപോലത്തെ കുറെ ഉണ്ടായിരുന്നു, കുറെ കളർ ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ ഒരു കളറാണ് ഈ ബ്ലൂ. ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റിക്കർ പോലെയാണ്, ഇങ്ങനെ പറിച്ചെടുക്കാം. നല്ലൊരു കളർ, നമുക്ക് ഡ്രസ്സിനൊക്കെ ഇടാൻ മാച്ച് ചെയ്തിടാനൊക്കെ രസമാണ്. പിന്നെ ഇത് എൻ്റെ ചേച്ചി, എൻ്റെ കസിൻ സിസ്റ്റർ ദുബായി പോയി വന്നപ്പോൾ ചേച്ചി അവിടുന്ന് വെച്ചായിരുന്നു. അത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഒരു പീച്ചിന്റെ ഒരു പ്ലെയിൻ കളറും ഉണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ എടുക്കുന്നതാണ്, ഇതിപ്പോ ഇങ്ങനെ 2 എണ്ണായിട്ടായിരുന്നു. ഇതിന്റെ കൂടെ ഒരു ബ്ലൂ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഗ്രേ കളർ ആയിരുന്നു. അത് പോയി, അതിന്റെ അത് കട്ടായി പോയപ്പോ ഞാൻ അത് 2ഉം കൂടി ഒന്നിലാക്കിയതാണ്. ഇത് എങ്ങനെയാ ഇടണ്ടെന്ന് വെച്ചാല്, ഫസ്റ്റ് പീച്ച് അടിച്ചിട്ട് അതിന്റെ മേലെ ഈ ഗ്ലിറ്റേഴ്സ് ഇടുക. നല്ലതാണ് ഇത്. പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഒരു നെയിൽ പോളിഷ് ഉണ്ട്. ഇത് നല്ല രസമാണ്, കയ്യിലിട്ടാല് കൈ ബ്രൈറ്റ് ആയിരുന്ന പോലെ തോന്നും. ഇത് നല്ലൊരു നെയിൽ പോളിഷ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് ഡാർജിലറിന്റെ ആയതുകൊണ്ട് കുറച്ച് ലാസ്റ്റിംഗ് ആണ്, കുറച്ച് ഡേയ്സ് നിൽക്കും, ഒരു 1.5 ആഴ്ചയൊക്കെ നിൽക്കും കയ്യില്. പിന്നെ ഫേസ് കാനഡ ഇത് കുറേ നിൽക്കും കേട്ടോ. ഈ നെയിൽ പോളിഷ് കിട്ടാൽ ഒരു 2 വീക്സ് ഒക്കെ എന്തായിട്ടും കിട്ടും. പോവില്ല, നമ്മളിങ്ങനെ വെള്ളം തട്ടുകയാണെങ്കിൽ ഒന്നും അങ്ങനെ പോകുന്നില്ല. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതാ റെഡിന്റെ പല ഷെയ്ഡ് റെഡ്. അതെങ്ങനെയാണ് ഇങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ ഷെയ്ഡ് ഒരേ ടൈപ്പ് സാധനങ്ങൾ മേടിക്കാന്നുള്ളത് എങ്ങനെയാണ് അങ്ങനെ നടന്നു പോകുന്നത്. ഞാൻ എല്ലാം എടുക്കുമ്പോ അങ്ങനെ കിട്ടുന്നതാണ്. കണ്ടോ, ഇതേപോലെ ഇതിന്റെ ഷെയ്ഡാണ് ഇതൊക്കെ വരുന്നത്. അത് വാങ്ങിക്കുമ്പം ചില കളറിനോട് താല്പര്യം ഉണ്ടാവല്ലോ, അപ്പൊ അങ്ങനെ കിട്ടുന്ന ആളാണ് ചാൻസ്. അപ്പൊ ഒരേ കളറായിപ്പോ, ഒരേ ഷെയ്ഡായിപ്പോ ഇതൊക്കെ എടുത്തത്. അതേപോലെ പീച്ചിൻ്റെതും അതേപോലെ അങ്ങനെ കുറെ ഷെയ്ഡ് ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ കട്ടയാകുമ്പോൾ തന്നെ പെട്ടെന്ന് ഒഴിവാക്കലുണ്ട്. അപ്പം ഇതല്ല, ഇതിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. പിന്നെ കുറെയൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്. ഇപ്പം ഇത്രേ ഉള്ളൂ.